സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടിയേക്കും. നിലവിലുള്ള സർചാർജിന് പുറമെ യൂണിറ്റിന് 14 പൈസ കൂടി സർചാർജായി ഈടാക്കണമെന്നാണ് കെഎസ്ഇബിയുടെ ആവശ്യം. കഴിഞ്ഞ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അധികമായി വൈദ്യുതി വാങ്ങിയതിൽ ഇനിയും 60 കോടി പിരിഞ്ഞു കിട്ടാനുണ്ടെന്ന് കെഎസ്ഇബിയുടെ വാദം. നിരക്ക് കൂട്ടിയാൽ വിലക്കയറ്റം കൊണ്ട് നട്ടം തിരിയുന്ന ജനത്തിന് ഇരുട്ടടിയാകും തീരുമാനം. സംസ്ഥാനത്ത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കെഎസ്ഇബി കടക്കുന്നത്. നിലവിലുള്ള സർചാർജിന് പുറമെ യൂണിറ്റിന് 14 പൈസ കൂടി സർചാർജായി ഈടാക്കണമെന്ന ആവശ്യമാണ് കെഎസ്ഇബി മുന്നോട്ട് വയ്ക്കുന്നത്. കെഎസ്ഇബി സ്വന്തമായി പിരിക്കുന്നതുൾപ്പെടെ യൂണിറ്റിന് 19 പൈസ വെച്ച് നിലവിൽ ഉപഭോക്താക്കളിൽ നിന്ന് സർചാർജ് ഈടാക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് 2 മാസത്തേക്ക് 14 പൈസ കൂടി പിരിക്കാനുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷനോട് ബോർഡ് തേടിയത്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതുതെളിവെടുപ്പിലും ബോർഡ് ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അധികമായി വൈദ്യുതി വാങ്ങിയതിൽ ഇനിയും 60 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നാണ് കെഎസ്ഇബി പറയുന്നത്. കെഎസ്ഇബിയുടെ വാദം വിശദമായി കേട്ടുവെങ്കിലും കമ്മീഷൻ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അനുമതി കൊടുത്താൽ ഫെബ്രുവരി മാർച്ച് മാസത്തെ ബില്ലിൽ യൂണിറ്റിന് 33 പൈസ വരെ ജനങ്ങൾ സർചാർജ് അടക്കേണ്ടി വരും. കടുത്ത ചൂടിൽ വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കൂടിയ അവസ്ഥയിൽ സർചാർജ് കൂടി കൂടിയാൽ വൈദ്യുതി ബില്ല് സാധാരണക്കാർക്ക് കടുത്ത വെല്ലുവിളിയാകും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു നീക്കത്തിലേക്ക് വൈദ്യുതി വകുപ്പ് പോകില്ല എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും റെഗുലേറ്ററി കമ്മീഷൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.